ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിനെ തള്ളിപ്പറയുകയാണ്. പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ച ചുമതല അതിനോട് നീതി പുലർത്തിയില്ല എന്ന് എം.വി. ഗോവിന്ദൻ പറയുന്നു. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്നും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്കുള്ളിലാണ് എം.വി. ഗോവിന്ദൻ ഇങ്ങനൊരു നിലപാട് വ്യക്തമാക്കിയത്. CK അഭിലാലുണ്ട്. അഭിലാൽ, എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയില്ല എന്ന ചോദ്യം, പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാർ മറ്റാർക്കെങ്കിലുമെതിരെ മൊഴി നൽകുമോ, മറ്റു കാര്യങ്ങൾ പറയുമോ എന്ന സംശയമടക്കം അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലേക്ക് എം.വി. ഗോവിന്ദൻ എത്തുകയും ഇങ്ങനെ നിലപാട് ആ യോഗത്തിനുള്ളിൽ വിശദീകരിക്കുകയും ചെയ്ത് പാർട്ടി ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? അജണ്ടയാക്കിയാണ് ജില്ലാ ഏരിയ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തി ജില്ലയുടെ വിപുലമായ നേതൃയോഗം വിളിച്ചു ചേർത്തത്. എല്ലാ ജില്ലകളിലും സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിൽ യോഗം വിളിക്കാറുണ്ട്. പക്ഷേ പത്തനംതിട്ടയിലെ യോഗത്തിന് സവിശേഷമായ മറ്റൊരു പ്രാധാന്യം എന്നുള്ളത് ശബരിമല സ്വർണ്ണക്കടത്തും ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാറിന്റെ അറസ്റ്റും തന്നെയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിൽ കണ്ട് സംസാരിച്ച ശേഷമാണ് താൻ വരുന്നത് എന്ന ആ മുഖത്തോടുകൂടിയാണ് എം.വി. ഗോവിന്ദൻ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ചില നിലപാടുകൾ യോഗത്തിൽ പങ്കുവച്ചത്. അതായത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ എന്താണോ അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ മാത്രമേ എ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകൂ എന്നതിന്റെ സൂചനയാണ് അദ്ദേഹം നൽകിയത്. വിശ്വസിച്ച് ചുമതല ഏൽപ്പിച്ച ഘട്ടത്തിൽ ചില ആളുകൾ പാർട്ടിയോട് നീതി പുലർത്തിയില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ സൂചന എ പത്മകുമാറിനെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വേഗത്തിലൊരു നടപടിയിലേക്ക് പോയാൽ കുറ്റ ആരോപിതനാണെന്ന് പാർട്ടിയും കണക്കാക്കുന്നു എന്നതിന്റെ സൂചന വരികയും അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എതിർകക്ഷികൾ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതിന്റെ ജാഗ്രത കൂടി ഉൾക്കൊണ്ടാണ് പിന്നീട് നടപടിയിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എം.വി. ഗോവിന്ദന്റെ വന്ന പ്രതികരണത്തിൽ തന്നെ അറസ്റ്റ് എന്നുള്ളത് കൊണ്ട് കുറ്റക്കാരനാണെന്ന് കണക്കാക്കാനാകില്ല എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകും, പക്ഷേ അത് കുറ്റപത്രം സമർപ്പിച്ച ശേഷമായിരിക്കുമെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്.